കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട വലിയ സമരം നടന്നത്. ആ സമരത്തിന് നായകനായിരുന്നു കെ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലും കാസർഗോഡും അദ്ദേഹം മത്സരിക്കുമ്പോൾ ആ സമരവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളുടെ ഫോട്ടോകൾ അദ്ദേഹം പ്രചരിപ്പിക്കേണ്ടായി. ഇപ്പോൾ അതിൻ്റെ പ്രചാരണമില്ല എന്നുള്ളതൊരു നല്ല കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സ് അടിച്ച് പ്രചരിപ്പിച്ച ഈ ഫോട്ടോ ഇത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു, ആമ്പല്ലൂരുണ്ടായിരുന്നു, അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ ഇതിൻ്റെ പ്രധാന പ്രചാരണ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ്. എങ്കിലും നമ്മളത് മറക്കാൻ പാടില്ലല്ലോ, സ്മരണകളല്ലേ പ്രധാനം. 2016 കെ സുരേന്ദ്രനിട്ട പോസ്റ്റും അദ്ദേഹത്തിൻ്റെ സമരവും അത് കേരളം ഏറ്റെടുത്ത രീതിയും പറയേണ്ടതാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നതാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായതുകൊണ്ട് സ്ത്രീ വിരോധിയാണെന്ന് അർത്ഥമില്ല. ആർത്തവകാലത്ത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകാറില്ല. കൂടാതെ 41 ദിവസത്തെ വ്രതം എടുക്കുന്നതിനിടയിൽ ഒരു ആർത്തവം വരില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ മഹാഭൂരിപക്ഷം പുരുഷ ഭക്തന്മാരും 41 വ്രതം എടുക്കുന്നുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഇല്ല. ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. സ്ത്രീ പ്രവേശനം, നട തുറക്കൽ വിഷയങ്ങളിൽ ചർച്ച നടക്കുന്നതിൽ വേവലാതി വേണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു. മണ്ഡല മകരവിളക്ക് കാലത്തെ തിരക്കും അപകട ഭീഷണിയും ഒഴിവാക്കാൻ എന്നും നട തുറക്കുന്നതിലൂടെ സാധിക്കുമെങ്കിൽ സർക്കാർ നിർദ്ദേശം പാലിച്ചുകൂടെ എന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. മലയാള മാസം ആദ്യത്തെ 5 ദിവസം ഇപ്പോൾ ഭക്തർക്ക് ദർശന സൗകര്യമുണ്ട്. 5 ദിവസവും 30 ദിവസവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നും പോസ്റ്റിൽ ചോദിക്കുന്നു. ഹിന്ദു സമൂഹം യുക്തിസഹമായ എന്തിനേയും കാലാകാലങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. വിശ്വാസികളല്ലാത്ത ചില ഫെമിനിസ്റ്റുകളും അവരുടെ രാഷ്ട്രീയ യജമാനന്മാരും നടത്തുന്ന പ്രചാരണം ദുഷ്ടലാക്കോടെയാണെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്. നമ്മളിപ്പോൾ കണ്ടത് 2016 കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷേ സമരത്തിനിടയിൽ, ഇത്രയും പ്രക്ഷോഭം നടക്കുന്നതിൻ്റെ ഇടയിൽ, 10 or 18 ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇടയിൽ കെ സുരേന്ദ്രൻ അതിൻ്റെ നായക നിരയിൽ വരുന്നതിനിടയിൽ ആരെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇതായിരുന്നില്ലേ നിങ്ങളുടെ നിലപാട് എന്ന് ചോദിക്കാനായിട്ട് തയ്യാറായോ? ഇല്ല എന്നുള്ളതാണ് ഈ ഒരു രാജ്യസ്നേഹവും രാജ്യഭക്തിയും. കുഴപ്പം എത്രത്തോളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. കുഴപ്പം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചത്. ഇതൊരു കെ സുരേന്ദ്ര അഭിപ്രായം മാത്രമായിരുന്നില്ല. TG മോഹൻദാസ്, RV ബാബു, കാബ സുരേന്ദ്രൻ എന്നിവരുടെയൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോയും ഉണ്ടായിരുന്നു. പക്ഷേ പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാവാതെ മാറ്റി നിർത്താനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരു കാര്യമാണ്, ഇതൊരു പരമ്പരയാണ്. ഇത് ഇനിയും തുറന്നു കാണിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുറച്ചു കാലം പൊതുമധ്യത്തിൽ നിന്ന് മാറി നിന്ന TG മോഹൻദാസിന്റെ വിലപ്പെട്ട അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടുത്ത വീഡിയോയിൽ അത് നമുക്ക് വ്യക്തമായിട്ട് പറയാം.